ഗുരുവും വായുവും കൂടി ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. പണ്ട് ദ്വാരകയിൽ പ്രളയം വന്ന് ദ്വാരക മുങ്ങിപ്പോകുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വിഗ്രഹം പാതാള അഞ്ജനശില എന്നും പറയും, പതഞ്ജനശില എന്നും പറയും. ഇത് ദ്വാരകയിൽ വസുദേവരും ദേവകിയും വെച്ച് പൂജിച്ച് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാണ്. നമ്മുടെ ഗുരുവായൂരപ്പനും പൂജിച്ചിട്ടുണ്ട്. ദ്വാരക മുങ്ങിപ്പോകുന്ന സമയത്ത് കലികാലത്ത് ഭക്തന്മാർക്ക് എല്ലാവർക്കും പൂജിച്ച് ആരാധിക്കുവാനും ഭഗവാനിലേക്ക് എത്തിക്കുവാനും ഭഗവാന്റെ അടുത്ത് വരുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് ഉത്തമമായ ഒരു സ്ഥലത്ത് ഇത് പ്രതിഷ്ഠിക്കണമെന്നും ഗുരുവിനോടും വായുവിനോടും പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ പ്രളയത്തിൽ ഒരു ആലിലയുടെ ആ ഷേപ്പിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ അവിടെ കിടന്നു എന്നും ഗുരുവും വായും കൂടി അതെടുത്ത് അത് പ്രതിഷ്ഠിക്കുവാൻ പറ്റിയ സ്ഥലം നോക്കി ആകാശമാർഗേണ നടക്കുന്ന സമയത്ത് നല്ലൊരു സരസ് പൊയ്ക കാണുകയും ഒരു നിമിഷം അവിടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ആ സരസിനടുത്ത് പൊയ്കയിൽ അടുത്ത് ശ്രീ മഹാദേവനും പാർവതി ദേവിയും ഇരിക്കുകയായിരുന്നു. അവരവിടെ ഇരുന്ന് സല്ലപിക്കുകയായിരുന്നു. ഇവരെ കണ്ടതോടുകൂടി മഹാദേവന് സംഗതി മനസ്സിലായി. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഈ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഇതാണെന്നും ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്നും പറയുകയുണ്ടായി. ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് മാറിയിരിക്കാം എന്നും പറയും.